അപ്പൊ നമുക്കില്ലേ ഇന്നത്തെ സന്ദേശത്തിലേക്ക് സ്വാഗതം. ദൈവത്തിൽ യഥാർത്ഥ വിശ്വാസം എങ്ങനെ വളർത്താം? നാം യഥാർത്ഥ വിശ്വാസം നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാ ദിവസവും നാം കണ്ടുമുട്ടുന്ന എല്ലാ ആളുകളിലും സംഭവങ്ങളിലും യാദൃച്ഛിക കാര്യങ്ങളിലുമുള്ള ദൈവത്തിന്റെ ആധിപത്യം തിരിച്ചറിയാൻ നാം ശ്രമിക്കണം. എസ്രായുടെ പുസ്തകം 8:22 ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന ചുറ്റുപാടുകൾക്ക് പിന്നിൽ ശ്രദ്ധിച്ച് ക്രമീകരിച്ചിരിക്കുന്ന ആത്മാർത്ഥമായ ഉദ്ദേശങ്ങൾ നാം മനസ്സിലാക്കണം. അങ്ങനെ ചെയ്താൽ നാം കടന്നു പോകുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്ക് എന്തെങ്കിലും നേടാനാവും. കൂടാതെ കർത്താവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലുമുള്ള ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണാനും കഴിയും. അപ്പോൾ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം ക്രമേണ കൂടുതൽ കൂടുതൽ യഥാർത്ഥമായി തീരും. അത് യോബിന്റെ വിശ്വാസം പോലെയാണ്. അത് അവന് ജന്മസിദ്ധമായി ലഭിച്ച ഒന്നല്ല, മറിച്ച് അവന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്ന ദൈവത്തിന്റെ ഭരണം അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ കുറിച്ചുള്ള അറിവ് തേടിക്കൊണ്ട് ക്രമേണ വളർത്തി. നമുക്ക് യോബിന്റെ മാതൃക പിന്തുടരാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവഭരണം അനുഭവിക്കുന്നതിലും അതിലടങ്ങിയവ ശരിക്കും മനസ്സിലാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ് നേടുകയും ചെയ്താൽ മാത്രമേ നമുക്ക് കർത്താവിലുള്ള യഥാർത്ഥ വിശ്വാസം വളർത്തിയെടുക്കാൻ കഴിയൂ. അങ്ങനെയെങ്കിൽ ഏതുതരം കഷ്ടപ്പാടുകളോ പരീക്ഷണങ്ങളോ നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നാലും അത് ജഡപരമോ ആത്മീയമോ ആയ കഷ്ടപ്പാടുകളാണെങ്കിലും നമ്മുടെ വിശ്വാസത്തിലൂടെ അവയെ നേരിടുവാൻ നമുക്ക് കഴിയും. സജീവമായ ദൈവഹിതവും നമ്മിലൂടെയുള്ള ദൈവിക പദ്ധതികളും അന്വേഷിക്കുക. കർത്താവിന്റെ ആധിപത്യത്തിലും കരുതലുകൾക്കും കീഴ്പ്പെടുക. ദൈവനാമത്തിന് സാക്ഷിയായി തീരുക. ക്രിസ്തുയേശുവിലൂടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.